നമസ്കാരം. 2026 ഏപ്രിൽ 6, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപുള്ള 6-ാം തീയതി, സമയം രാത്രി 8:25. ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിയ ഒരു സമയമായിരുന്നു അത്. അമേരിക്കയും റഷ്യയും പോലും പരീക്ഷിച്ച് പരാജയപ്പെട്ടിടത്ത് ഇന്ത്യ അത് ചെയ്തു കാണിച്ചു. എന്താണെന്നോ? സംഭവം നടന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത്. അവിടെ നടന്ന ആ കോർ ലോഡിംഗ് എന്ന പേരിലുള്ള പ്രകടനം വെറുമൊരു ചടങ്ങല്ലായിരുന്നു. അത് ഇന്ത്യയുടെ ഊർജ്ജ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമായിരുന്നു. ആർക്കു വേണ്ടിയാ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം. എന്താണ് കൽപ്പാക്കത്തെ ഈ മാജിക് റിയാക്ടർ? നിങ്ങളിൽ എത്ര പേർ അതേക്കുറിച്ച് അറിഞ്ഞു? ഇതിന് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇത്ര പേടിയോടെയും അത്ഭുതത്തോടെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഒന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണ് ഈ സംഭവം? പലരും ഇതാണ് ചോദിക്കുന്നത്. പറ്റുന്നിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. സാധാരണ ഓരോ രാജ്യത്തെയും ആണവ റിയാക്ടറുകൾ അവ പ്രവർത്തിക്കാനായി നൽകുന്ന ഇന്ധനം അങ്ങ് കത്തിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അഥവാ PFBRൻ്റെ പ്രത്യേകത പറയാം. ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനം ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ കുറച്ച് അധികം ഇന്ധനം അത് സ്വയമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ അല്പം കൂടി ലളിതമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ 1 കിലോ അരി കഴുകി വേവിച്ച് ചോറാക്കാനായി പാത്രത്തിലാക്കി അടുപ്പിലേക്ക് വെക്കുമ്പോൾ വേറെ 2 കിലോ അരി കൂടി നിങ്ങൾക്ക് കിട്ടുന്ന അവസ്ഥ. അങ്ങനെയോ സങ്കല്പിച്ച് നോക്കി. ഇതെന്ത് മാജിക്കാണല്ലേ! അതുകൊണ്ടാണ് ഇതിനെ ബ്രീഡർ റിയാക്ടർ എന്ന് വിളിക്കുന്നത്. ഇതാണ് കൽപ്പാക്കത്ത് നടന്നത്. 2026 ഏപ്രിൽ 6 രാത്രി 8:25 കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR അതിൻ്റെ ആദ്യ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചത്. ലളിതമായി പറഞ്ഞാൽ, റിയാക്ടറിനുള്ളിലെ ആണവ പ്രവർത്തനം സ്വയം നിയന്ത്രിതമായി നിലനിൽക്കാൻ പ്രാപ്തമായ ഒരു നിമിഷം. നമ്മുടെ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാഭ 1950കളിൽ തന്നെ ഈ ഒരു സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ഇന്ത്യയിൽ യുറേനിയം താരതമ്യേന കുറവാണ്. എന്നാൽ തോറിയം എന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഇവിടെയാണ് കേരളത്തിൻ്റെ പ്രസക്തി. ഇവിടെയാണ് ഓരോ കേരളീയനും ഞാൻ ഈ പറയുന്ന വിഷയം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് എനിക്കും നിങ്ങൾക്കും അഭിമാനിക്കാനുള്ള വകയുള്ളത്. അതെന്താണെന്നോ? ലോകത്തിലെ ഏറ്റവും വലിയ തോറിയം നിക്ഷേപമുള്ളത് കേരളത്തിൻ്റെ തീരങ്ങളിലാണ്. കൽപ്പാക്കം റിയാക്ടർ വിജയിക്കുന്നതോടെ 3-ാം ഘട്ടത്തിൽ നമുക്ക് ഈ തോറിയം ഇന്ധനമായി ഉപയോഗിക്കാം. കൊല്ലം തീരത്തെ മണലിൽ നിന്ന് 3000 ടൺ ശുദ്ധമായ തോറിയം വേർതിരിച്ചെടുക്കാൻ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഇതിനകം തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളിൽ എത്ര പേർ അതറിഞ്ഞു? ഈ തോറിയത്തെ എങ്ങനെ ഊർജ്ജമാക്കി മാറ്റാമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതിനുള്ള 2ാമത്തെയും ഏറ്റവും നിർണായകവുമായ ഘട്ടമാണ് കൽപ്പാക്കത്ത് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ പൂർണ്ണമായും വിജയിച്ചാൽ വരും കാലങ്ങളിൽ ഇന്ത്യക്ക് വൈദ്യുതിക്കായി പുറത്തുനിന്ന് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല എന്ന് ചുരുക്കം. പക്ഷേ ഇതത്ര നിസ്സാരമല്ലായിരുന്നു. ഈ റിയാക്ടറിൽ തണുപ്പിക്കാനായി ഉപയോഗിക്കുന്നത് വെള്ളമല്ല, മറിച്ച് ലിക്വിഡ് സോഡിയമാണ്. ഈ ലിക്വിഡ് സോഡിയത്തിൽ കാറ്റോ വെള്ളമോ തട്ടിയാൽ സെക്കൻഡുകൾക്കുള്ളിൽ അത് പൊട്ടിത്തെറിക്കും. ഇത് കൈകാര്യം ചെയ്യാൻ അതീവ ജാഗ്രത വേണം. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പലരും ഇത് പരീക്ഷിച്ച് പരാജയപ്പെട്ട് ഇട്ടിട്ട് പോയതാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല. ഫ്രാൻസ് അവരുടെ സൂപ്പർ ഫീനിക്സ് പദ്ധതിക്കായി $10 ബില്യൺ ചെലവാക്കിയിട്ടും പരാജയപ്പെട്ട് 1998 അതങ്ങ് പൂട്ടേണ്ടി വന്നു. അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അമേരിക്ക 1983 തന്നെ അവരുടെ ബ്രീഡർ പദ്ധതികൾ പൂട്ടിക്കെട്ടിക്കളഞ്ഞു. കാരണം അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. ദ്രാവക സോഡിയം കൂളൻ്റായി ഉപയോഗിക്കുന്നതിലെ സാങ്കേതിക വെല്ലുവിളിയാണ് അവരെ എല്ലാവരെയും പിന്നോട്ടടിച്ചത്. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി. എന്നാൽ ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യയിലൂടെ ഈ സംഗതി വിജയിപ്പിച്ചെടുത്തു. ഈ മുൻനിര രാജ്യങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഈ വിഷയത്തിൽ നമ്മളുടെ ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ ആറ്റോമിക് റിസർച്ചിലെ ശാസ്ത്രജ്ഞർ ദശകങ്ങൾ നീണ്ട കഠിനാധ്വാനം കൊണ്ടാണ് ഇത് സാധിച്ചെടുത്തത്. ഈ വിഷയത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ? റഷ്യ കഴിഞ്ഞാൽ ഈ സാങ്കേതികവിദ്യ വിജയകരമായി നടപ്പിലാക്കുന്ന ലോകത്തെ 2ാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറി. ചൈനയും ജപ്പാനും ഫ്രാൻസും ഒക്കെ ഈ വഴിയിൽ ഇപ്പോഴും കിതച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പാക്കത്തെ ഈ 500 മെഗാവാട്ട് റിയാക്ടർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യ ആണവ സാങ്കേതിക വിദ്യയുടെ സൂപ്പർ പവറായി മാറും. ഇത് വെറും ഒരു ശാസ്ത്ര പരീക്ഷണമല്ല, ഇതൊരു അഭിമാന നേട്ടമാണ്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന യുറേനിയത്തിന് കാത്തു നിൽക്കാതെ നമ്മുടെ മണ്ണിലെ തോറിയം ഉപയോഗിച്ച് വീടുകളിൽ വെളിച്ചമെത്തിക്കുന്ന ആ കാലം ഇനി അധികം ദൂരെയല്ല.
കൽപ്പാക്കത്തെ ഈ വിജയം വരും തലമുറയ്ക്കുള്ള വലിയൊരു സമ്മാനമാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ്. 2026 മാർച്ചിൽ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം എണ്ണവില കുതിച്ചുയർന്നു. ഇതിനുള്ള ശാശ്വത പരിഹാരമാണ് ആണവോർജ്ജം. 2030 ഇലക്ട്രിക് വാഹനങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുന്നതോടെയും ആണവോർജ്ജം ഉപയോഗിച്ച് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതോടെയും ക്രൂഡ് ഓയിലിനായുള്ള നമ്മുടെ ആശ്രിതത്വം പടിപടിയായി കുറയും. 2047 100 ജിഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണിത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഏപ്രിൽ 2026 വരെയുള്ള രാജ്യത്തെ ഔദ്യോഗിക റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ഈ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.